അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറളില്ലാഹ് അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, ഇന്ന് സോഷ്യൽ മീഡിയ വളരെ ദുരുപയോഗം ചെയ്യപ്പെടുന്ന കാലഘട്ടമാണ്. സോഷ്യൽ മീഡിയകളിലൂടെ ഏറ്റവും കൂടുതൽ അധിക്ഷേപങ്ങൾ ചൊരിയപ്പെടുന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയിൽ വിശ്വസിക്കുന്ന, അതിന് നേതൃത്വം നൽകുന്ന ഉലമാക്കൾക്കും സയ്യിദന്മാർക്കുമെതിരിലാണ്. അവരിൽ ഏറ്റവും പ്രധാനിയാണ് സുൽത്താനുൽ ഉലമ AP ഉസ്താദ്. ഈ കഴിഞ്ഞ നാളുകളിൽ സമസ്ത 100ാം വാർഷിക പ്രഖ്യാപന സമ്മേളനം നടത്തിയതു മുതൽക്ക് ഉസ്താദ് അവറുകളെ അതിൻ്റെ പേരിൽ വിമർശിക്കുന്ന ഒരുപാട് സാധാരണക്കാരായ ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ അവർ ചിന്തിക്കണം, എന്താണ് ഉസ്താദ് ചെയ്ത തെറ്റ്? ഇന്നുവരെ സമസ്ത 2000-ന് ശേഷം ഇന്നുവരെ ഉസ്താദ് അവറുകൾ ശംസുൽ ഉലമ EK ഉസ്താദ് നവ്വറല്ലാഹു മർക്കദുഹു മഹാനുഭാവനെ കുറിച്ച് എന്തെങ്കിലും ഒരു കുറ്റം പറഞ്ഞതായി നമുക്ക് കാണിക്കാൻ കഴിയും? അല്ലെങ്കിൽ മറുവിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും സാദാത്യങ്ങളെ കുറിച്ചോ ഏതെങ്കിലും മഹാന്മാരായ ഉലമാക്കളെ കുറിച്ചോ അഭിമന്യരായ സുൽത്താനുൽ ഉലമ AP ഉസ്താദ് എന്തെങ്കിലും ഒരു കുറ്റം പറഞ്ഞതായി കാണിക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. ഉസ്താദ് അവറുകൾ ഇന്നുവരെ ഒരാളെയും കുറ്റം പറഞ്ഞിട്ടില്ല. തന്നെ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ തന്നെ അവർക്ക് മറുപടി കൊടുക്കാനും ഉസ്താദ് നിന്നിട്ടില്ല. ഉസ്താദിൻ്റെതായ രൂപത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്, പരിശുദ്ധ ഇസ്ലാമിന് ഗുണകരമായ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ഉസ്താദ് മുന്നോട്ട് പോവുകയാണ്. ഈ ഉസ്താദ് അവറുകളെ അടക്കം, അതുപോലെ തന്നെ സമസ്ത പ്രസിഡന്റായ ജിഫ്രി മുത്തുക്കോയ തങ്ങളെയും ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇവരൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഏതെങ്കിലും രാഷ്ട്രീയ താല്പര്യത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനാ വൈജാത്യത്തിന്റെ പേരിലോ ഇവരെയൊക്കെ കുറ്റം പറയുന്ന സാധാരണക്കാർ, എന്നെ പോലെയൊക്കെയുള്ള സാധാരണക്കാർ ചിന്തിക്കേണ്ട ഒരു കാര്യം, അവരൊക്കെ ജീവിതത്തിൽ ചെയ്യുന്ന അമലുകൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരൊക്കെ ചെയ്യുന്ന പരിശുദ്ധ ഇസ്ലാമിനും സുന്നത്ത് ജമാഅത്തിനും വേണ്ടി അവരൊക്കെ ചെയ്യുന്ന ഹിദുമത്തുകൾ, അതിൻ്റെ 100-ൽ-1 പോലും ചെയ്യാൻ നമുക്കൊന്നും കഴിഞ്ഞിട്ടില്ല. അത്തരത്തിലുള്ള നമ്മൾ അവരെ കുറ്റം പറയുമ്പോൾ ചിന്തിക്കേണ്ട ഗൗരവമായ ഒരു വിഷയമുണ്ട്. ലാ തഗ്തബൻ അഹദൻ ഫളൻ അനിൽ ഉലമ വലൗ ബിസഹ്വിൽ ലിമാ ഫീ ലഹ്മിഹിം ദഅഫു. ഒരാളെയും കുറ്റം പറയാൻ പാടില്ല. കാരണം മറ്റൊരാളെ കുറിച്ച് അയാൾക്ക് ഇഷ്ടമല്ലാത്തത് പറയുന്നത് പരദൂഷണമാണ്. അത് അയാളുടെ പച്ചയിറച്ചി ഭക്ഷിക്കുന്നത് പോലെയാണ് എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും. അങ്ങനെ മറ്റൊരാളുടെ പച്ചയിറച്ചി തിന്നുമ്പോൾ ആ തിന്നപ്പെടുന്ന വ്യക്തി അത് പണ്ഡിതനാണെങ്കിലോ ആ ഇറച്ചി തിന്നൽ വളരെ അപകടകരമാണ്. കാരണം എന്തേ? ഫീ ലഹ്മിഹിം ദഅഫു. അവരുടെ മാംസത്തിൽ വിഷമുള്ള മാംസമാണ്. ആ മാംസം ഉള്ളിൽ ചെന്നാൽ അത് അപകടകരമാണ്. അത് മറന്നു കഴിച്ചാലും അപകടമാണ്. അതുകൊണ്ട് ഒരിക്കലും ഒരു പണ്ഡിതന്മാരെയും സാദാത്യങ്ങളെയും കുറ്റം പറയരുത്. അവർ പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് ഏറ്റെടുത്ത് അതിന് മറുപടി പറയാൻ, സുൽത്താനുൽ ഉലമ AP ഉസ്താദിനെ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ അവർക്ക് മറുപടി കൊടുക്കാൻ ഒരിക്കലും ഉസ്താദ് നമ്മോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയുന്ന ഒരവസ്ഥ വളരെ മോശമായ, ഗൗരവമായ, നമ്മുടെയൊക്കെ അന്ത്യം മോശമായി പോകുന്ന ഗൗരവമായ, ഗുരുതരമായ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യം നന്നായി മരിക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്ക് അല്ലാഹു സിഹത്തുള്ള, ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഒരു പണ്ഡിതന്മാരെയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയ്ക്ക് നേതൃത്വം നൽകുന്ന ഒരു പണ്ഡിതനെയും സാദാത്യങ്ങളെയും നാം കുറ്റം പറയരുത്. ആരെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയകളിൽ ഏതെങ്കിലുമൊക്കെ ചെന്നായ്ക്കൾ പരസ്പരം തല്ലിക്കാൻ വേണ്ടി, പരസ്പരം വഴക്കാക്കാൻ വേണ്ടി, വഹാബിസത്തിന്റെ ആശയം പേറിയ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ മെസ്സേജുകൾ ഇട്ടുകൊണ്ട് തമ്മിൽ തല്ലിക്കാൻ പോകുമ്പോൾ അവരുടെ ചതിക്കുഴിയിൽ നമ്മളാരും പെട്ടുപോകരുത്. അള്ളാഹു നമ്മെ നന്നാക്കി തരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.